അതേ വരുമല്ലോ അങ്ങനെ. എന്താണ് നിങ്ങൾ അതിന് ചെയ്യാത്തത്? ഓക്കെ സർ. ചെയ്തില്ലല്ലോ. അതെ ചെയ്തില്ല സർ. ഞാനിത് ചോദിച്ച കാരണം ഞാനിതിനെ പറയുന്നു. ചെയ്തില്ല സർ. BPCL, IOCL നല്ല ഡിവിഡൻഡ് കൊടുത്തണ കമ്പനി എന്ന് വിചാരിച്ച് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു സർ. നല്ല പ്രോഫിറ്റ് വന്നിരിക്കുന്നല്ലോ. അകത്ത് വച്ചിരിക്കുന്ന ആൾക്കാർ അകത്തേ വച്ചിരിക്കാമോ, കയ്യിൽ വച്ചിരിക്കുന്ന ആൾ വച്ചിരിക്കാമോ എനിക്കറിയത്തില്ല. അത് അവരുടെ ഡിസിഷൻ. ഓക്കെ സർ. അവിടെ കമന്റ് ഒന്ന് അയച്ചിരിക്കുന്നു. 2023 ഇരുന്ന് മാസം 5000 രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു. ടാറ്റ ഗ്രൂപ്പിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ലോസിലേ ഇരിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. ടാറ്റ നിങ്ങളെ ഫേവറേറ്റ് കമ്പനി എന്ന് പറഞ്ഞ കാരണം ടാറ്റയുടെ ഗ്രൂപ്പിലിരുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ അടുത്ത് വന്ന ക്വസ്റ്റ്യനെ തീർക്കും. ടാറ്റ നിങ്ങളെ ഫേവറേറ്റ് കമ്പനി എന്ന് പറഞ്ഞ കാരണം ടാറ്റ ഗ്രൂപ്പിലിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടൊക്കെ നിങ്ങൾ പറയുമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ മാസം 5000 രൂപ 23 ഇന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ലാസ്റ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വെരി ഗുഡ്. ആ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ആദ്യം ക്ലോസ് ചെയ്. ഇത് ടാറ്റ ഫണ്ട് മാത്രമല്ല 50 ഫണ്ടിന്റെ മുകളിൽ 1.5 വർഷത്തിന്റെ മുകളിൽ ലാസിൽ തന്നെ ഇരിക്കുന്നു. ഓക്കെ സാർ. അത് ആക്റ്റീവ് ഫണ്ട് തരാം. ഇപ്പം ആക്റ്റീവ് ഫണ്ടിനെ പറ്റി ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദനിക്കുന്ന അത്രയും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതിന് നിങ്ങളെ തെറ്റ് ബേസ്ഡ് ഓൺ യുവർ ഫേവറേറ്റ് റെക്കമെൻഡേഷൻ ഓഫ് ടാറ്റ കമ്പനി എന്ന് ഇട്ടിരിക്കുന്നു സർ. അതന്നെ ഞാൻ പറയുന്നു. ഞാൻ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് വാങ്ങണ്ടെന്ന് പറഞ്ഞത് നീ ചെയ്താ അതിനെ വിട്ടു സാർ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കി ഇഷ്ടത്തിന് നിങ്ങളാ ഒന്ന് ചെയ്തുകൊണ്ട് എൻ്റെ പേരിൽ പറയരുത്. നിങ്ങൾ 2 ലൈൻ പറഞ്ഞ സെക്കൻഡ് ലൈൻ എനിക്ക് അഡാപ്റ്റ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ ലൈൻ എടുത്തുന്നത് ആദ്യത്തെ ലൈനിൽ ഒമിറ്റ് ചെയ്യുന്നു. ഞാൻ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടേ വാങ്ങാതെ എന്നാണ് പറഞ്ഞത്. നീ വാങ്ങി അത് ആദ്യം. ടാറ്റയിൽ ഏത് മ്യൂച്വൽ ഫണ്ട് വാങ്ങണോ അല്ലാതെ എന്താണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ടാറ്റ മ്യൂച്വൽ ഫണ്ടിനെ വാങ്ങി. ടാറ്റേനെ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്നത് നീ എന്തിനു വാങ്ങാൻ പോകുന്നു? ഞാനേ ടാറ്റ ഫണ്ട് വാങ്ങുന്നതില്ല. പിന്നെ അത് വജ്രസൂചി എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലിരുന്ന് എന്താ മനസ്സിലാവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറഞ്ഞാലേ എന്തെന്ന് അറിയാതെ ഞാൻ ഇരിക്കുന്നു. ഇതുപോലെ ഇടണ്ട. ഒടുങ്ങായിട്ട് ഇതിന് സ്വർണം വാങ്ങാം, ഗോൾഡ് പീസ് വാങ്ങാം. അതേ 5000 രൂപ അവർ ഗോൾഡ് പീസിലിട്ടെങ്കിൽ 40% മുകളിൽ ലാഭത്തിലിരിക്കും. സർ. അദാനി പവർ വന്നിട്ട് ഒരു 10 വർഷത്തിന്റെ മുമ്പേ 35 രൂപ റേഞ്ചിൽ നോക്കി വാങ്ങി വെച്ചിരുന്നു. കേറുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ കൊടുത്ത് വന്നിട്ട് ഒരു 2015 ഇരിക്കും സർ. 15ന്റെ ശേഷം തന്നെ ഇതിന്റെ ഡെവലപ്മെന്റ് വളരെ കൂടുതലിരുന്നു. ഇല്ല സർ, ഞാൻ ഷെയർ ആയിട്ട് പറയുന്നു. നിങ്ങൾ ഉടനെ ഖുഷിയായി അടുത്ത് പോളിറ്റിക്സിൽ എടുത്തിട്ട് പോകണ്ട. പറയാൻ വരുന്നത് ഞാൻ പോളിറ്റിക്സേ സംസാരിച്ചില്ല. ആസ് ആൻ ഇൻവെസ്റ്റർ ആയിട്ട് ഞാൻ കണ്ണാൽ കണ്ടതാണ്. 2015-16 സംതിങ് ഞാൻ വാങ്ങി അതിനെ വിറ്റു. അത് വിറ്റ ഉടനെ അത് പെട്ടെന്ന് കേറാൻ തുടങ്ങി. ഇപ്പൊ ഓക്കെ ഫൈൻ. അതുപോലെ തന്നെ പതഞ്ജലി ഫുഡ്സ് വന്നിട്ട് ഇപ്പൊ Q1 വന്നിട്ട് 30% ലോസിലിരിക്കുന്നു. അല്ലാതെ ഞാൻ കൺസിഡർ ചെയ്യാമോ എന്നാണ് ഞാൻ ചോദിക്കാമായിരുന്നു. പതഞ്ജലി എന്നില്ല, ഇതിന് മുമ്പേ ബുജ്ജി സോയ അത് ഞാൻ കണ്ണന് മുമ്പേ നോക്കി വിട്ടത്. ഇത് ഭയങ്കര ഫ്രോഡാണ്. അത് വരും. അത് പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം വരും. CBI തുറക്കും. ഇതുവരയ്ക്ക് പുറമെയോടെ ഇരിക്കണം. ഇല്ല, ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ കൊറോണ ടൈമിൽ എല്ലാ ഷെയറും താഴെ വീണിട്ടിരുന്ന സമയം ഡെയിലി 5% അപ്പിൽ പോയത് ഇത് തന്നെ സർ. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ രുചി സോയാക്ക് SBIക്ക് കടം കെട്ടാൻ പറ്റിയില്ല. അവ ഹാക്ക് കട്ട് എടുത്തു. ആ പുതു ഓണർ വന്നിട്ട് 2000 കോടിക്കോ 3000 കോടിക്കോ ഓഫർ ചെയ്തു. ഹാർഡ് കട്ട് എടുത്തോണ്ട് വിറ്റു SBIക്ക്. യാറ് വിറ്റ ഫൈനാൻസ് SBI ചെയ്തു എന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്ക് കടം കൊടുത്തിരിക്കുന്നു. കടൻ വേസ്റ്റ് എന്ന് പറഞ്ഞ് ആ സാധനത്തിന് 2 രൂപയ്ക്ക് വിൽക്കുന്നു. 2 രൂപയ്ക്ക് ഞാൻ വിൽക്കുന്നല്ലേ, ആ സാധനത്തിന് വാങ്ങുന്ന ആൾക്കാർക്ക് ഞാൻ തന്നെ 2 രൂപ കടം കൊടുക്കുന്നു. എൻ്റെ ലോസിനെ ഞാനേ ഫണ്ട് ചെയ്യുന്നത് പോലെ അവർ ചെയ്തു. ബട്ട് ഇതൊക്കെ ഒരു ദിവസം വെളിയിൽ വരും. അപ്പൊ അതിനെ നമുക്ക് വിടാം. ഇതിൽ ഫൺ ഫാക്ട് എന്തെന്ന് പറഞ്ഞാൽ സാർ, കൊറോണ ടൈമിൽ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ അതിനെ വാങ്ങി. ഈ രുചി സോയ എന്ന കമ്പനിയിൽ ഒരു 3 ലക്ഷം ഷെയർ ഞാൻ വാങ്ങി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല. അത് വന്നിട്ട് പതഞ്ജലിക്ക് മുമ്പേ വാങ്ങിയ അതെ മുമ്പേ തന്നെ സർ. അപ്പൊ അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്തിരിക്കല്ലോ. അത് സന്ദേശം പറയണത് കേക്ക് സർ. ഞാൻ 10 രൂപയ്ക്ക് വാങ്ങി. ഇപ്പൊ 8 രൂപയോ 9 രൂപയിൽ ഇരിക്കുന്നു. ഞാൻ വേറെ 3 ലക്ഷം ഷെയർ വാങ്ങി. അപ്പൊ ഞാൻ സത്യമായത് എന്ത് കമ്പനിയിൽ നിന്ന് അറിയാതെ നിങ്ങൾ ഇങ്ങനെ വാങ്ങിയിരിക്കുന്നേ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ ഉടനെ ഇല്ല കേറൂന്ന് പറഞ്ഞു. അത് കാരണമാണ് വാങ്ങി വെച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ പാതിനെ വിറ്റിട്ട് പാതിയെ വെച്ചിരിക്കും. അങ്ങനെയെങ്കിൽ കൊറോണ അനൗൺസ്മെന്റ് വന്നു സർ. ഡെയിലി 5% എന്നായി സർ. 100-700 രൂപയ്ക്ക് കൊണ്ടുപോയി നിർത്തി. എനിക്കറിഞ്ഞ ആ ക്യാരക്ടർ 50,000 1 ലക്ഷം ഷെയറോ എന്താ വച്ചിരുന്നു. പതഞ്ജലി വാങ്ങുന്നതിന് മുമ്പ് പിന്നെ എന്നിരിക്കുന്നു. മുൻ തന്നെ സർ. മുന്നെന്ന് പറഞ്ഞാൽ ആ ഷെയറൊക്കെ റൈറ്റ് ഓഫ് ചെയ്തിരിക്കും സാർ. അവർ 600 രൂപ വരയ്ക്കും പോയ ഉടനെ വിറ്റോണ്ട് വെളിയിൽ വന്നു. അപ്പൊ അവർ ഉടനെ വാങ്ങിയിരിക്കും.
സ്വാമിയാർ വാങ്ങിയ ഉടനെ ഇല്ല വാങ്ങിയില്ല. സാർ, വാങ്ങുന്ന മുമ്പേ ഒരു സോർട്ട് ഓഫ് ഫണ്ട് പോലെ വാങ്ങി. അതെ. മുമ്പേ ഇരുന്നതൊക്കെ റൈറ്റ് ഓഫ് ചെയ്ത് ഒരു പാതി വിലയ്ക്ക് വാങ്ങിയിരുന്നു കമ്പനിയെ. എന്നുവെച്ചാൽ ഈ അപ്പർ സർക്യൂട്ട് അടിച്ചുകൊണ്ടേ ഇരുന്ന സമയം ഇവർ കൊടുത്തോണ്ടേ ഇരുന്നു. ഇവര് നല്ല എൻജോയ് ചെയ്തു അല്ലേ ഇവിടെ? ഓക്കെ സാർ, റിസ്ക് എടുക്കാതെ വിട്ടത് ഒന്ന്. നല്ലത് ചെയ്തിരിക്കുന്നു. അടുത്തത് ഇന്ന് സെക്ടാറിൽ മുഖ്യമായ ചോദ്യം സാർ. റാപ്പിഡ് ഫയറിൽ ഇന്ന് സെക്ടാറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയത് ക്ലബ് മറൈറ്റ്സിനെ കുറിച്ച് ചോദിക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ് ആസ് കൺകോംപ്ലൈറ്റ്. കോൺകോൺഗ്രേറ്റുള്ളവർ നല്ല ബിസിനസ്സിലിരിക്കുന്നു. ടാറ്റാസ് പോലെ ബിർലാസ് പോലെ എടുത്തുവെങ്കിൽ ഒന്നിനും തനി ഇൻഡസ്ട്രിയാണ്. ഒന്നൊന്നിനും തനിത്തനി ബാലൻസ് ഷീറ്റാണ്. എല്ലാം തനിത്തനി ഫിനാൻഷ്യൽസ് ആണ്. ഇത് കാരണം ഈ ഇന്റർലിങ്കിങ് ഇല്ല. എല്ലാം ഒരു കദംബമാണ്. ഇത് കാരണം അവർ പറഞ്ഞതിനെ നമ്മൾ എടുക്കണമേ അല്ലാതെ ആക്ച്വലി ഫോറൻസിക് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വരും. അടുത്തത് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പ് വന്നിട്ട് ഒരു ഐഡിയൽ സ്ട്രക്ചറാണ്. ഒരു ട്രസ്റ്റ് ഹോൾഡിംഗ് കമ്പനി. അതിൻ്റെ ശേഷം ഇൻഡിവിജ്വൽ കമ്പനീസ് ഹാവ് ഇൻഡിവിജ്വൽ വാല്യുവേഷൻ, ഇൻഡിവിജ്വൽ മാനേജേഴ്സ് എവറിത്തിങ്. വൈരസൂചിയെ വിടാം. അദാനി എന്റർപ്രൈസസ്. അദാനി കാരണം എന്തൊക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ അദാനി പതഞ്ജലിയൊക്കെ 1000 പ്രോബ്ലം ഇരിക്കട്ടെ സാർ. 2015 കൊടുത്തിട്ട് വന്ന കാരണം ഇപ്പൊ എനിക്കത് വേദനിക്കുന്നല്ലേ സാർ. എൻ്റെ തലയാളത്തെന്ന് പറയാമോ സാർ? ഒക്കെ നോക്കിയാൽ ഇൻവെസ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. എനിക്കറിഞ്ഞ് ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി പണം നോക്കണമെങ്കിൽ നോക്കാം. ഞാൻ പ്രൈം മിനിസ്റ്ററായി വിഷ്ണു കമ്പനി 10,000 രൂപയ്ക്ക് പോയെങ്കിൽ വിഷ്ണു കമ്പനിയെ വാങ്ങിയതിന് വിഷമിക്കത്തില്ല. ആ കാശ് എനിക്ക് വേണ്ട. പോലത്തെ കാശ് വരുന്നത് എവിടെയെങ്കിലും പോകും. കറക്റ്റ് സാർ. ഈ പൊളിറ്റിക്കൽ കറക്ഷനെ വിടാൻ ഓൺ ഇറ്റ്സ് ഓൺ റെഡ് ബിസിനസ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദി ITC. ദിസ് ഈസ് എ സ്റ്റഡി ഗ്രോത്ത് കമ്പനി. ഇത് എപ്പോഴും പറയുന്നത് തന്നെ സിഗരറ്റ് ഒരു മൗട്ട് FMCG ഒരു കമ്പനി സിഗരറ്റിനെ വിൽക്കുന്ന കാശിനൊക്കെ എടുത്ത് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു ദിവസത്തിൽ ഇന്നും വലുതായിട്ട് വരും. നിങ്ങൾ റെഗുലറാ പറയുന്നത് തന്നെ സാർ. ഗോദ്രേജ് ഇൻഡസ്ട്രീസ് വളരെ നല്ല കമ്പനിയാണ്. രണ്ടാ പിരിഞ്ഞു. ഒന്ന് വന്നിട്ട് ലാർജ്ലി പ്രൈവറ്റ് ഗ്രൂപ്പാக തന്നെ ഇരിക്കുന്നു. ഇന്നൊന്ന് വന്നിട്ട് പബ്ലിക് ഗ്രൂപ്പായിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് വാല്യൂ എന്ന് തോന്നുന്നു. കണ്ണ് മൂടിയിട്ട് കൺസിഡർ ചെയ്യാം. മെനി ഇയേഴ്സിന് റിട്ടേൺ കിട്ടത്തില്ല. മോർ ലൈക്ക് ടാറ്റ ഗ്രൂപ്പ് തന്നെ. മോർ ലൈക്ക് ടാറ്റ ഗ്രൂപ്പ്. അണ്ടർട്രസ്റ്റ് മിറർ ഓഫ് ടാറ്റ ഗ്രൂപ്പ്. ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ് അതുപോലെ തന്നെ ഒത്തിരിച്ച് ടാറ്റ പോലെ. ഹപ്പ ഗ്രൂപ്പ്സ്. സൗത്ത് ഇന്ത്യൻ ടാറ്റാസ് എന്ന് ഒരുപാട് ആൾക്കാർ പറയും. വെരി വാല്യൂഡ് കോൺഷ്യസ് കമ്പനി. ഓക്കെ സാർ. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര. എനിക്ക് എല്ലാം ഓക്കെ. അതിൽ ഒരേ കടം. ഇത് ഒന്ന്. രണ്ടാമത് എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ നോർമലി നിങ്ങൾ മുമ്പേ പറഞ്ഞ ഒരു 4 പേർ ഇരിക്കുന്നല്ലേ, ഈ ടാറ്റാസ്, ഗോദ്രേജ്, ബജാജ്, ഗുരുഹപ്പ, ഇതൊക്കെ ഒരു കമ്പനിയെ ബാങ്ക്രപ്റ്റ് എന്ന് വിട്ടിട്ട് വരത്തില്ല. ഒരു വാക്ക് കൊടുത്ത് ഒരു കമ്പനി വാങ്ങിയെങ്കിൽ ദേ വിൽ ടേൺ ഇറ്റ്. ഇവരങ്ങനെയില്ല. ഈ സസഞ്ജാൻ എന്ന് പറയുന്ന കമ്പനീനെ എന്ത് ചെയ്തു എടുത്ത് ഹിസ്റ്റോറിക്കലായിട്ട് M&M ഇരിക്കുന്നു, MHRAയിലും ഇരിക്കുന്നു, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര MHRAയിൽ ഇരിക്കുന്നു, ടെക് മഹേന്ദ്ര ഇരിക്കുന്നു, M&M ഇരിക്കുന്നു. എനിക്ക് ഒരേ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ സസഞ്ജാനെ വിട്ടത് എനിക്കൊരു പ്രോബ്ലം. ഓക്കെ സാർ, ഡൺ. L&T. അതൊരു ഹൈ ക്വാളിറ്റി ഡയമണ്ട് കമ്പനിയാണ്. പക്ഷെ അത് വൈരസൂചിയാണ്. നല്ല പ്രൈസിലിരുന്നാൽ കൺസിഡർ ചെയ്യാം. വില ഇപ്പോൾ വൈരസൂചി റേഞ്ചിൽ തന്നെ ഇരിക്കുന്നു. നല്ല പ്രൈസിൽ വന്നെങ്കിൽ ഈക്വൽ ടു ഡയമണ്ട് അല്ലേ സാർ? അത് തന്നെ കറക്റ്റ്, അങ്ങനെ എടുക്കാം. വേദാന്ത. വൈസ്രോയ് റിപ്പോർട്ട് പഠിക്കണം. താങ്ക്സ് സാർ, വളരെ വ്യക്തമായിട്ട് പറഞ്ഞതിന്. ഈ വാർത്തയിൽ തീർത്തതും നന്ദി സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ.